കണ്ടോ, ഞാൻ 2 വരച്ചു. ആദ്യം ഒരു വീഡിയോ എടുത്തു, അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഞാൻ കുത്തിയിട്ട് സംസാരിച്ചോണ്ടിരുന്നു, മനസ്സിലായി? എന്ന് വെച്ചാൽ വീഡിയോ ഓൺ ആക്കാണ്ട് സംസാരിച്ചോണ്ടിരുന്നു. അതിന്റെ മാർക്കാണിത്, അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ. ഹലോ ഷുട്ടുമണീസ്. അപ്പൊ നിങ്ങൾ കുറെ അതിൻ്റെ അടുത്ത് ചോദിക്കുന്ന ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിച്ച് തരാമോ എന്ന് സമയം കിട്ടിയില്ല ഗൈസ്. സോറി, ആദ്യമേ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്ന് ലിപ്സ്റ്റിക് കളക്ഷൻസ് ആയിട്ടൊക്കെയാണ് വന്നേക്കണം. അപ്പം എന്റെ കയ്യിൽ ഏതൊക്കെ ലിപ്സ്റ്റിക് ഉണ്ട്, ഞാൻ എല്ലാം ലിപ്സിൽ അപ്ലൈ ചെയ്യില്ല കേട്ടോ, ബിക്കോസ് എന്റെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. സോ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തെ. അപ്പൊ ഷെയ്ഡ് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ദിസ് ഇസ് മൈ ലിപ്സ്റ്റിക് പെട്ടി. ദിസ് ഇസ് മൈ ലിപ്സ്റ്റിക് പെട്ടി. ലിപ്സ്റ്റിക് മാത്രമല്ല, ഇതിൽ ഐ മേക്കപ്പ് ചെയ്യുന്ന മസ്കാര, ഐലൈനർ, ഐബ്രോ പെൻസിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യം മുതൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് മുതലാണ് ഞാൻ കാണിച്ചു തരാൻ പോണെ. ഫസ്റ്റത്തെ ഈ ഒരു ലാക്മേയുടെ ബ്രൗൺ വാൾനട്ട് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് എനിക്ക് എൻ്റെ ചേച്ചി തന്നതാണ്. മീൻസ് ഇതാണ് ആദ്യം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ലിപ്സ്റ്റിക്. ഇത്രയായതിനെ ഞാൻ കൊന്ന് അതിൻ്റെ കിഡ്നി, അതിൻ്റെ ലിവർ എല്ലാം ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫസ്റ്റ് യൂസ് ചെയ്ത ലിപ്സ്റ്റിക് ആയതുകൊണ്ട് എനിക്ക് കളയാനൊരു വിഷമത്തിന്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഷെയ്ഡ് ഇതാണ് കേട്ടോ, കാണുന്നുണ്ടോ? ഓക്കെ, രണ്ടാമത്തേത് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടാമത് യൂസ് ചെയ്ത ഒരു ലിപ്സ്റ്റിക്കാണ് സ്റ്റുഡിയോയിലെ ലിപ്സ്റ്റിക്ക്. ഇത് സത്യം പറയല, എന്റെ ലിപ്പ് നല്ല രീതിക്ക് പിഗ്മെന്റഡ് ആക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഇതുകൊണ്ട് വേറെ യൂസ് ഒന്നുമില്ല, ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് ഒരു പിങ്കിഷ് ഷെയ്ഡാണ് പറഞ്ഞത്, കാണാം. ഈ ഒരു ഷെയ്ഡാണേ. നിങ്ങളിത് വാങ്ങരുത്. സ്റ്റുഡിയോയിലുള്ള ലിപ്സ്റ്റിക്ക് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. നല്ല രീതിക്ക് ലിപ്സ് ഒക്കെ പിഗ്മെന്റഡ് ആവും. നെക്സ്റ്റ് ഞാൻ വാങ്ങിയ ലിപ്സ്റ്റിക്കാണ് ഇത് മൈ ഗ്ലാമിന്റെ സ്ലോ ഫെയ്ഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ആക്ച്വലി ഞാൻ പർച്ചേസ് ചെയ്യാൻ കാര്യം, നമ്മുടെ ഗൂഗിൾ പേയിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമല്ലോ. സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് 2 ലിപ്സ്റ്റിക്കും അതുപോലെ ഈ ഒരു മൈ ഗ്ലാമിന്റെ ഐലൈനർ പെന്നും കൂടെ 1 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. അങ്ങനെ 1 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണിത്. പക്ഷെ ഇത് നല്ലതായിരുന്നു കേട്ടോ, നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലിപ്സ് ഭയങ്കര ഡ്രൈ ആക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇട്ട് നല്ല രീതിക്ക് അങ്ങനെ ഒന്നും പോകില്ല. ഫുഡ് കഴിച്ചാലോ പിന്നെ വീട്ടിൽ വന്ന് അതിനെ മായ്ക്കാൻ തന്നെ കുറേ സമയം എടുക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. പക്ഷെ ലിപ്സ് ഡ്രൈ ആക്കുന്നത് കൊണ്ട് ഞാൻ ഇടത്തില്ല. ഈ ഒരു ഷെയ്ഡാണ്. ഷെയ്ഡ് കണ്ടോ, ലാസ്റ്റ് വരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാനിത് യൂസ് ചെയ്തിട്ട് കുറെ, ഇത് 2023 വാങ്ങിയതാണ്. ഇതുവരെ യൂസ് ചെയ്ത് ഇത് കളയണം, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തു വെച്ചതാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയ ലിപ്സ്റ്റിക്ക് ഇതാണ് NYBയുടെ സ്മഗിൾസ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡല്ല, ന്യൂഡാണ്. ഈ ഒരു ഷെയ്ഡാ വരുന്നത്. ഈ ഒരു ഷെയ്ഡ് അത്യാവശ്യം ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ എനിക്കിഷ്ടം ഇതിന്റെ മണം ചോക്ലേറ്റ് പോലെ ഉണ്ട്, എനിക്ക് കഴിക്കാനൊക്കെ തോന്നും. പിന്നെ ഇതും തീർന്നു. ഇതൊക്കെ യൂസ് ചെയ്ത് തീർന്ന സാധനങ്ങളാണ്. നെക്സ്റ്റ് വാങ്ങിച്ചതാണ്. ആ സമയത്ത് ഞാൻ 2023 ഈ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ച സമയത്ത് ഡാർക്ക് ഷെയ്ഡൊക്കെ ഭയങ്കര ഇറച്ചി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ മേടിച്ചതാണ് ഈ ബ്യൂട്ടിയുടെ OX ബ്ലഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. ഇത്രയേ ഉള്ളൂ, ബാക്കി ഞാൻ യൂസ് ചെയ്തു. ഞാൻ ഇത് എവിടെ പോയാലും ഇട്ടിട്ട് പോകും. അത്യാവശ്യം ഇത് നല്ല റെഡാണ്. ഇതും ഇതാവത്തില്ല, സ്മജ് ആവത്തില്ല, നല്ല മാറ്റ് ഫിനിഷിൽ കിടക്കും. ഇതും ഭയങ്കര ലിപ്സ് ഡ്രൈ ആക്കൂടാ. ഞാൻ മേടിക്കണ മാത്രം ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ മേടിച്ചൊരു സാധനമാണ് ഈ മാർസിന്റെ ഡ്രിപ്പ് ലിപ് മിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. ഇത് ആക്ച്വലി ലിപ് മിസ്റ്റ് ആണ്. ഭയങ്കര ലിപ് ഗ്ലോസ് പോലെ ഇരിക്കുന്ന സാധനം കേട്ടോ. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇപ്പോ നമ്മളെ ലിപ്പിൽ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചാൽ കണ്ട, ഇങ്ങനെ ഒരു ലിപ് ഗ്ലോസ് പോലെ ഇരിക്കും. എന്നിട്ട് ഇത് പക്ഷെ സ്മജ് ആവും കേട്ടോ, ലൈക്ക് സ്മജ് ആവും. പക്ഷെ നമ്മളിപ്പോ നോർമലി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ലിപ്സ്റ്റിക്കിന്റെ പുറത്തിട്ടാൽ ലിപ് ഗ്ലോസ് ആയിട്ട് കിടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെയറായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് നിങ്ങൾ വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ ആ ഒരു ടിൻഡ് ലിപ്പിലുണ്ടാവും, ഈ ഗ്ലോസ് മാത്രമേ പോകത്തുള്ളൂ. ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കോക്കോ ഡ്രിപ്പ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം. ഈ പ്രോഡക്റ്റിന് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. നല്ല പിന്നെ മേടിച്ചതാണ് ഈ ഡാസ്ലറിന്റെ DL-C030 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്ത, എവിടെ പോയാലും ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പിഗ്മെന്റഡ് ആക്കുന്നുണ്ട്. ഇതാണ് ആ ഷെയ്ഡ് കൊള്ളാം, പക്ഷെ നല്ല രീതിക്ക് പിഗ്മെന്റഡ് ആക്കുന്നുണ്ടായിരുന്നു.
അതിനുശേഷം ഞാൻ ഇത് നിർത്തിയതിന് ശേഷം എൻ്റെ ലിപ്സ് കുറച്ചുകൂടി ഒരു മെന ഉണ്ടായി, ഒരു വൃത്തി ഉണ്ടായി എന്ന് പറയില്ലേ, അങ്ങനെ വൃത്തി ഉണ്ടായി എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു ഇത് പിഗ്മെന്റഡ് ആകുന്നുണ്ട്. ഷെയ്ഡ്സ് ഒക്കെ പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ആക്ച്വലി ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഞാൻ ഏതാ ടെമ്പിൾ ലുക്കിന്റെ ഒരു ലുക്ക് ചെയ്തില്ലായിരുന്നു മേക്കപ്പിന്റെ. അപ്പൊ ആ ചേച്ചി എനിക്ക്, ഞാൻ ചേച്ചി എടുത്ത് ചോദിച്ചാൽ ഇത് ഏത് ഷെയ്ഡാന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചതുകൊണ്ട് ചേച്ചി എനിക്ക് കൊണ്ടുതന്ന സാധനമാണ് ഇത്. ഇത് അത്യാവശ്യം കൊള്ളാം, ലോങ് ലാസ്റ്റിംഗ് അല്ല, പിന്നെ നമുക്ക് യൂസ് ചെയ്യാം, മനസ്സിലായില്ലേ, അല്ലാണ്ട് യൂസ് ചെയ്യാം, ലോങ് ലാസ്റ്റിംഗ് ആണ്. അല്ല ഇതൊരു ഭയങ്കരമായിട്ടൊരു മെറൂൺ ഷെയ്ഡ് പോലെ ഇച്ചിരി ഡാർക്ക് ആയിട്ടിരിക്കും കണ്ടോ, ഈ ഒരു ഷെയ്ഡാ, കൊള്ളാം. ഇത് മേരി ജോയി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ 08 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് കൊള്ളാം. ഈ ഒരു നൈക്കയുടെ മാറ്റു ലാസ്റ്റ് ലിപ്സ്റ്റിക്, ഇതെനിക്ക് കൊളാബ് കിട്ടിയതാ. അപ്പൊ ഞാൻ കൊളാബ് കിട്ടിയ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗീവ് അവേ തരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കണം കുറച്ച് സാധനങ്ങളാണ്. അപ്പൊ ഇത് അങ്ങനെ എനിക്ക് കൊളാബ് കിട്ടിയ ഒരു സാധനമായിരുന്നു നൈക്കന്ന്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഗീവ് അവേ കൊടുക്കാൻ വേണ്ടി വച്ചിരുന്നതായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഇച്ചിരി ന്യൂഡ് ഷെയ്ഡ്സിനോട് ഒരു അഡിക്ഷൻ വന്നു. അപ്പൊ ഞാൻ ഇതിങ്ങ് എടുത്തു. ബാക്കി നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേറെ 2 ലിപ്സ്റ്റിക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരെണ്ണം എടുത്തു, ക്ഷമിക്കൂ എന്നോട്. ദെൻ നയിക്കാതെ തന്നെ ഈ ഒരു മഹാറാണി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞു തന്നില്ല, ഇതിന്റെ ചായ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന്റെ മഹാറാണി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാ. ഇത് അത്യാവശ്യം നല്ല റെഡ് ആണ്. ന്യൂഡ് ഷെയ്ഡ് ഇട്ടിട്ട് അതിന്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. ഇതും കൊള്ളാം. ഇതിന്റെയും 2 പേര് നിങ്ങൾക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഗീവ് അവേ തരാം. നെക്സ്റ്റ് ഞാൻ മേടിച്ചതാണ് ഈ ഒരു ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്. ഈ ഒരു ഷെയ്ഡ് കൊള്ളാം, പക്ഷെ എനിക്ക് മാച്ച് ആവാത്ത പോലെ തോന്നി. എന്നാലും കുഴപ്പമില്ല. കംഫി മാറ്റിൽ വാവ് ലിപ്സ്റ്റിക്, ഇതിന്റെ ഷെയ്ഡ് കോക്കോ ക്രഷ് ആണ്. കോക്കോ ക്രഷ് 07 എന്ന് പറയുന്ന ഷെയ്ഡാണ്. പിന്നെയും ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്, ഇതിന്റെ ഷെയ്ഡ് പ്ലം പാഷൻ. എനിക്ക് ഈ മെറൂൺ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എവിടെ നോക്കിയാലും ഈ മെറൂൺ ഷെയ്ഡിനെ ഞാൻ വാങ്ങിയെടുക്കും. ഇത് കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ്. ഇതും അത്യാവശ്യം കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ് ക്രയോൺ പോലത്തുള്ള സാധനമാണ്. 2 in 1 ആണ്. ലിപ് ലൈൻ ചെയ്യാനും യൂസ് ചെയ്യാം, ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു പിങ്ക് കളറാണ് കണ്ടോ. ഇത് കൊള്ളാം. ഇതും അത്യാവശ്യം നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇത് വരയുമ്പോൾ ഒരു സുഖമുണ്ട്, വരച്ചെഴുതുമ്പോൾ നല്ല ഒരു ഷേപ്പിന് കിട്ടുക, ഡിഫൈൻ ചെയ്ത് കാണിക്കാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഉള്ള ഈ ഒരു ലിപ് ലൈനറാണ് സ്വിസ് ബ്യൂട്ടിയുടെ. ഇത് ഏതാ ഷെയ്ഡ് കണ്ടുപിടിക്കാനാണ് പറ. പെർഫെക്റ്റ് മെറൂൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ലിപ് ലൈൻ ചെയ്യാൻ വേണ്ടി ഇത് ഞാൻ യൂസ് ചെയ്യും. ഇതെന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, ഈ പിങ്കിന്റെ അപരനാണിത്. 2 in 1 ലിപ് ലൈൻ ചെയ്യാം, ലിപ് ഫില്ലും ചെയ്യാന്ന് പറഞ്ഞു. ഇതിൽ ഹോട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് ഇത്. കൈ ഫുള്ള് കൊള്ളുമായി കണ്ടു. ഇത് എത്ര ഷെയ്ഡുണ്ട്. അപ്പൊ ഇത്രയുമാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസിലുള്ളത്. പ്രധാനമായിട്ടും ഇത്രയാണ് ഞാൻ യൂസ് ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഞാനെല്ലാം കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേട്ടെ. ഇത്രയും മാത്രമേ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.